ഹാൻഡ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചുകളും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും. അത് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ വീഡിയോ ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റിച്ചുകളും ആ ഒരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത്. ഈ സ്റ്റിച്ചുകൾ പഠിക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തു, ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ പിന്നാലെ അപ്ലോഡ് ചെയ്യും. അത് ഞാൻ ഓൾറെഡി ഒരു ഇതായിട്ട്, അതായത് ഒരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. എല്ലാവരും പോയി ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഹാൻഡ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടാണ് ആ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചുകളും കണ്ടു പഠിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ തീരെ കുഞ്ഞായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു തീരെ വൃത്തിയുമേനില്ലാതിരിക്കുന്നത്. പോരാത്തതിന് റണ്ണിങ് സ്റ്റിച്ചുമാണ്. അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുന്ന ടൈമിന്, എംബ്രോയ്ഡറി ചെയ്യുന്ന ടൈമിന് നല്ല വലുതായിട്ട് കറക്റ്റായിട്ട് ഡിസൈൻ വരച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എളുപ്പപ്പണിക്ക് ജസ്റ്റ് കാണിക്കുന്നതാണ്. നിങ്ങളിത് കാര്യമാക്കേണ്ട. ജസ്റ്റ് ഈ സ്റ്റിച്ചുകൾ പഠിക്കാനായിട്ട് ആ വീഡിയോ എല്ലാവരും പോയിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.